ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ഡേ വിത്ത് മീ. ഇന്നത്തെ വീഡിയോ ട്രിവാൻഡ്രത്തെ എൻ്റെ ഹോം ടൂറാണ്. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ഫ്ലാറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷൂ റാക്കാണ് കാണാൻ പറ്റുക. ഇത് ആക്ച്വലി ഞാൻ മീഷോന്ന് വാങ്ങിയ ഷൂ റാക്കായിരുന്നു. പക്ഷേ ഇതിൽ കുറേ സ്പേസ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇത്രയും ഷൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഫ്ലാറ്റ് മീറ്റ് അത് എടുത്തു. കാരണം അവൾക്കൊക്കെ കുറേ ചെരുപ്പുണ്ട്. ഇവിടെയുള്ള മിക്കവാറും എല്ലാ ചെരുപ്പും അവരതാണ്. ആകെ 2 എണ്ണമാണ് എൻ്റെത്. ഞാൻ പുറത്താണ് വയ്ക്കാറ്. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ പൂച്ച വന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഉള്ളോട്ടേക്ക് എടുത്ത് വെച്ചാൽ സാധാരണ ഇവിടെ വെക്കാറില്ല. പക്ഷേ ഇവിടെ കുറേ ചെരുപ്പുണ്ട്. കാരണം നമുക്ക് അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെക്കാനേ വഴിയുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ഇവിടെ ആകെയുള്ളൊരു ടേബിളാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു കുട്ടി, ഫ്ലാറ്റിലെ കുട്ടി വർക്ക് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ അവളുടെ ഡെസ്ക്ടോപ്പ് അവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ടി വി സ്റ്റാൻഡും ടി വിയും ഉണ്ട്. പക്ഷേ ടി വി വർക്കിംഗ് കണ്ടീഷൻ അല്ല കേട്ടോ. പിന്നെ നമ്മളാരും അങ്ങനെ ടി വി കാണുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ പിന്നെ അത് നന്നാക്കാൻ പറഞ്ഞിട്ടുമില്ല. പിന്നെ ബൈബിള്, കുറച്ച് ബുക്സ്, പിന്നെ ഒരു ജിമ്മിൽ പോകുന്ന ഒരു കുട്ടിയുടെ കുറച്ച് സാധനങ്ങൾ, പിന്നെ യോഗ മാറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കിൽ ഈ പൊട്ട് എന്ന് പറയുന്ന ഒരു നനവ് ഉണ്ടായിട്ട് ഇവർ എടുത്ത് നന്നാക്കിയതാണ്. പക്ഷെ പിന്നെയും വടക്കായി. പിന്നെ നമ്മളത് ബുദ്ധിമുട്ടിക്കാത്തത് കൊണ്ട് നമ്മളത്ര ഇത് കാര്യമാക്കുന്നില്ല. പിന്നെ ഈ ഫ്ലാറ്റ് വന്നിട്ട് ഒരു 12 years പഴക്കമുള്ള ഫ്ലാറ്റാട്ടോ. നിങ്ങൾക്ക് ഈ സോഫ കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. പക്ഷേ നല്ല ഫ്ലാറ്റാണ്. നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് ബോക്സസ് ഒക്കെ ആണ്. നമ്മൾ ഓൺലൈനിൽ ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിയതും പിന്നെ കേർട്ടൻ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് അവിടെ കോർണറിൽ. അപ്പം ഇതാണ് നമ്മൾ കയറി വരുമ്പം ഫസ്റ്റുള്ള റൂം. പിന്നെ ഇവിടേക്ക് ഒരു സോഫ ഇടാൻ കാരണം എന്താ വെച്ചാൽ വൈഫൈയുടെ മോഡം വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ റൂം വന്നിട്ട് അങ്ങ് ലാസ്റ്റാണ്, എൻഡിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വൈഫൈക്ക് സ്ട്രെങ്ത്ത് വളരെ കുറവാണ്. ആക്ച്വലി കുറവാണെന്നല്ല, കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സോഫ ഇങ്ങോട്ടേക്ക് ഞാനാണ് ഇട്ടത്. കാരണം മോഡം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം വേറെ നമുക്ക് സ്ഥലമില്ല മോഡം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് ഈ ഡൈനിങ് ടേബിളിൻ്റെ റൂമിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്ന കിച്ചണാണ്. പിന്നെ ഇവിടെ വാഷ് ബേസിനുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് വാഷ്റൂമും പിന്നെ 2 ബെഡ്റൂംസും ഉള്ളത്. പിന്നെ സ്ട്രെയിറ്റ് കാണുന്നതാണ് ബാൽക്കണി. ആൻഡ് ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫസ്റ്റ് ഇവിടുത്തെ ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ 2 കുട്ടികളാണ് താമസിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള നല്ലൊരു ബെഡ്റൂമാണ്. പിന്നെ ഇവിടെ നമുക്ക് അയൺ ചെയ്യാനുള്ള ടേബിളുണ്ട്, അയൺ ബോക്സും ഉണ്ട്. പക്ഷേ ഈ ടേബിളിൽ നിന്ന് ഞാൻ അയൺ ചെയ്യാറില്ല. നമ്മൾ ആരും അയൺ ചെയ്യാറില്ല. കാരണം ഇത് പൊട്ടാനായിട്ടുണ്ട്. പിന്നെ ഇത് വളരെ പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുറച്ച് പൊടികളൊക്കെ നമ്മൾ ഡ്രസ്സിലേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ടെന്നല്ല, ശരിക്കും വരാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അയൺ ചെയ്യാറില്ല. ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ബെഡിൽ വെച്ചിട്ടാണ് അയൺ ചെയ്യാറ്. പിന്നെ ബാൽക്കണി വന്നിട്ട് ഇവിടെയാണ് ഇവരെല്ലാവരും ചിക്കിയിടുന്നത്. ഡ്രസ്സൊക്കെ ആറിയിടുന്നത് തിരുമ്പിയിട്ട് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ അയൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ 2-3 ചെടീൻ്റെ പോട്ടുണ്ട്. ഈ ഫ്ലാറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും മണി പ്ലാന്റ് ആയിരിക്കും. അല്ലാതെ ഒരു ചെടിയും ഇവിടെ നമ്മൾ നടാറില്ല. ഈ മണി പ്ലാന്റ് കുറച്ചും കൂടി ഫ്ലാറ്റിലേക്ക് മണി വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പലരും കൊണ്ടുപോയി വെക്കുന്നതാണ്. പിന്നെ ഇടയ്ക്കതൊക്കെ വടക്കായി പോകാറുണ്ട്. പിന്നെ ഈ ബാൽക്കണിയുടെ വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നോ പാർക്കിൻ്റെ phase 3 കാണാൻ പറ്റും. നല്ല വ്യൂ ഉള്ള ബാൽക്കണിയാണ്. പക്ഷെ ഞാനിവിടെ അധികം വന്ന് നിൽക്കാറില്ല. കാരണം ഒന്നാമത് ഇവിടെ എപ്പോഴും മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാവരും ഡ്രസ്സൊക്കെ ആറിയിട്ടിട്ടായിരിക്കും ഉണ്ടാവാറ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബാൽക്കണിയുടെ വ്യൂ. ഇവിടെ നമുക്ക് 2 ബാൽക്കണിയാണ് ഉള്ളത്. ഇതൊരു കോമൺ ബാൽക്കണിയാണ്. 2 ബാൽക്കണിയും ചെറിയ ബാൽക്കണീസാണ്, അത്ര വലിയ ബാൽക്കണിയല്ല. പിന്നെ കമ്പാരിറ്റീവ്ലി ഇതാണ് കുറച്ചും കൂടി വലിയ ബാൽക്കണി. പിന്നെ ഒരു ബാൽക്കണി ഉള്ളത് എൻ്റെ റൂമിലാണ്. കാരണം എൻ്റെ റൂം മാസ്റ്റർ ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂമിൽ ഉള്ള 2 കുട്ടികൾക്കും കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഒരാളുടേതാണ് ഡെസ്ക്ടോപ്പ്, മറ്റൊരാൾ ഇവിടെ ലാപ്ടോപ്പ് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാറ്. കാരണം നമുക്ക് ബെഡ്റൂമിലൊന്നും ടേബിൾസ് വേറെ ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മണി പ്ലാന്റ് ആണ് ഉള്ളത്. പിന്നെ വേറൊരു പാത്രത്തിൽ റോസിൻ്റെ ഫ്ലവർ ഒരു കുട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് വടക്കായിട്ടുണ്ട്. കഴിഞ്ഞ വീക്ക് എങ്ങാനും വെച്ചത്. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, വടക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം നമ്മുടെ കിച്ചണാണ്. കിച്ചൺ ഭയങ്കര നല്ല കിച്ചണാണ് കേട്ടോ. നല്ല സ്പേഷ്യസും ആണ്. അതോടൊപ്പം തന്നെ കുറേ സ്പേസ് ഉണ്ട്. നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജ് ഉണ്ട്. ഇത് നല്ല പഴക്കമുള്ള ഫ്രിഡ്ജാണ്. ഇവിടുത്തെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ആക്ച്വലി നല്ല പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 2 മാസം കൂടുമ്പോൾ കറണ്ട് ബിൽ ഓൾമോസ്റ്റ് 2000 സംതിങ് വരാറുണ്ട്. AC കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ലെങ്കിൽ പോലും. ഫ്രിഡ്ജിൻ്റെ അകത്തും പിന്നെ ഇവിടെയുള്ള എല്ലാ കിച്ചൺ റാക്കും ഒക്കെ ഡിവൈഡഡ് ആണ്. ഓരോ റൂമിനും ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആണ്. പിന്നെ കിച്ചൺ സ്ലാബിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ആർക്കും എവിടെയും വെക്കാം. ബട്ട് അതർ ദാൻ ദാറ്റ് എല്ലാ റാക്കും ഒക്കെ ഓരോരോ റൂംസിനായിട്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ റാക്കുകൾ അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്തതാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ സ്റ്റൗ വരുന്നത്. സ്റ്റൗവിൻ്റെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് ഒരു ബേണർ. എൻ്റെ ഈ സാധനം ഞാൻ ആക്ച്വലി ഫസ്റ്റത്തതിലാണ് കുക്ക് ചെയ്യാറ്. അതുകൊണ്ട് എനിക്ക് ബാക്കോട്ടേക്ക് വെച്ച് കുക്ക് ചെയ്യാൻ ഭയങ്കര പേടി. ഇങ്ങനെ അങ്ങോട്ട് ബാക്കോട്ടേക്കൊക്കെ വെച്ചിട്ട് എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ ആ ഫസ്റ്റത്തെ ഇതിലാണ് കുക്ക് ചെയ്യാറ്. അപ്പം ഇതാണ് ഇവിടെയുള്ള എല്ലാ യൂട്ടൻസിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് നമ്മുടെ പാത്രങ്ങൾ പിന്നെ കുക്ക് ചെയ്യുന്നൊക്കെ എല്ലാവരും ഒറ്റയ്ക്കാണ്.
പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഒരു റൂം, ചെറിയൊരു റൂമുണ്ട്. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും വെള്ളത്തിൻ്റെ ക്യാന് കാര്യങ്ങളൊക്കെ വെക്കുകയാണ് ചെയ്യുക. ഇത് എൻ്റെ വെള്ളത്തിൻ്റെ ക്യാനാണ്. നമ്മൾ 70 റുപ്പീസ് കൊടുത്ത് ഇവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് റീഫിൽ ചെയ്ത് തരും. നമ്മളിതിന് എടുത്ത് പൊക്കൊന്നും വേണ്ട. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വാഷിംഗ് മെഷീൻ. ഈ വാഷിംഗ് മെഷീനിൽ ഞാൻ കഴുകാറില്ല, കാരണം ഇതൊന്നാമത് ഭയങ്കര മെനക്കേടാണ്. ഒന്നാമത് ഇത് ഓട്ടോമാറ്റിക് അല്ല, പിന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ കംപ്ലയിൻറ്റുള്ളതുകൊണ്ട് വെള്ളമൊക്കെ ലീക്ക് ചെയ്യും. സോ ഞാനത് യൂസ് ചെയ്യാറേ ഇല്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കണ്ടത് ഒരു സ്റ്റോർ റൂമാണ്. അത് ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ ഓണർ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ കവർ വെച്ചിട്ടാണ് വേസ്റ്റ് വെക്കാറ്. എന്നിട്ട് വേഗം വേഗം അത് കുറച്ച് ഫില്ലാകുമ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയി വെക്കും. ഇതൊക്കെ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ ഫ്ലാറ്റിലുള്ള. കാരണം ഈ വേസ്റ്റൊക്കെ നമ്മൾ വെക്കുന്നത് അതിൻ്റെ ആൾക്കാർ എന്നും രാവിലെ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഭയങ്കര ഉപകാരങ്ങൾ ആക്ച്വലി ഇവിടെ ഉണ്ട് ഈ ഫ്ലാറ്റിൽ നിൽക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്ലാറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ജസ്റ്റ് റൂമിൻ്റെ പുറത്തേക്ക് വെച്ച് അവരെടുത്തിട്ട് അത് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. പിന്നെ ഇവിടെ വന്നിട്ട് വാഷ് ബേസിനാണ്. വാഷ് ബേസിൻ്റെ ഈ ഡോർ താഴത്തുള്ളത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ നന്നാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ നമുക്ക് വലിയ ഉപദ്രവമൊന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ടായിരുന്നു, മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, അതൊക്കെ വെടക്കായി. പിന്നെ ഇത് വന്നിട്ട് ഇവിടുത്തെ കോമൺ ബാത്റൂമാണ്. ഈ ബാത്റൂം യൂസ് ചെയ്യുന്നത് ഈ റൂമിൽ, ഈ റൈറ്റ് സൈഡിലെ റൂമിലെ കുട്ടികളാണ്. അവിടെ 2 കുട്ടികളുണ്ട്. കാരണം അത് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ആരും ആ കോമൺ ബാത്റൂം യൂസ് ചെയ്യാറില്ല. പിന്നെ വരുന്നത് എൻ്റെ ബെഡ്റൂമാണ്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. എൻ്റെ ഫേവററ്റ് പ്ലേസ് ഈ ഫ്ലാറ്റിലെ ഈ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞത്. കാരണം ഭയങ്കര സ്പേഷ്യസും നല്ലോണം ലൈറ്റിങ്ങും പിന്നെ എൻ്റെ മെയിൻ ആവശ്യം ബാൽക്കണിയും ഒക്കെ ഉള്ളൊരു ബെഡ്റൂമാണിത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ വലിയൊരു അലമാര കാണാം. പിന്നെ AC ഉണ്ട്. ഈ AC നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം ഇവിടെ 2 ബെഡ്റൂംസിൽ AC ഉള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് യൂസ് ആക്കാറില്ല. പിന്നെ ഓൾസോ പഴയ AC ആയതുകൊണ്ട് കറണ്ട് ബില്ല് കൂടുമോ എന്നൊരു കൺസേൺ ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാവരും മ്യൂച്വലി എടുത്തൊരു ഡിസിഷനാണ് AC യൂസ് ആക്കണ്ട എന്നുള്ളത്. പിന്നെ വരുമ്പം ഇവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്ക് റൂമിൽ ടേബിൾ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇത് മീഷോന്ന് വാങ്ങിയൊരു ടേബിളാണ്. അതിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാറ്. പിന്നെ എൻ്റെ ഒരു ബാക്ക് പാക്ക്, പിന്നെ ഇത് കഴുകാനുള്ള തുണി ഇട്ട് വയ്ക്കാനുള്ള ബാസ്ക്കറ്റാണ്. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ ഓഫീസിൽ കൊണ്ട് എൻ്റെ ബാഗ് ഞാൻ താഴത്ത് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചത്. അതും മീഷോന്ന് വാങ്ങിയത്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാഗായിരുന്നു. പിന്നെ സൈഡിലൊരു ടേബിളുണ്ട്. അവിടെയാണ് എൻ്റെ ബുക്സ്, ലാപ്ടോപ്പ്, ഫോണ്, കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ബെഡ് സൈഡിലൊരു ടേബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അല്ലാതെ എനിക്ക് അലമാര മാത്രമേ സാധനങ്ങൾ വെക്കാനുള്ളൂ, അതുകൊണ്ട് നിലത്ത് വയ്ക്കുന്നത്. പിന്നെ വലിയൊരു ബെഡുണ്ട്. ഈ ബെഡിലുള്ള ബെഡ്ഷീറ്റ് പിന്നെ ഒക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പുതപ്പും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ വലിയ പില്ലോ ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. ചെറിയ പില്ലോസും പില്ലോ കവറും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇവിടെ ഒരു വിൻഡോ. ഈ വിൻഡോയുടെ ഷിയർ കോട്ടൺ ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. പിന്നെ ഇവിടെ ചെറിയൊരു കുട്ടി ചെയറും പിന്നെ കുറച്ച് ഇലകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ടോട്ടോയ്സ് ഉണ്ട്, പിന്നെ ഒരു ബുദ്ധയുണ്ട്, പിന്നെ ചെറിയ ഗ്ലോബ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വിൻഡോ സൈഡിൽ വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒരു ഡെക്കറേഷൻ എന്നൊക്കെ പറയാം, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി നല്ല രസമാണ് ഈ ലൈറ്റ് ഇട്ടിട്ട് റൂമിൽ ബാക്കി ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ശിവയുടെ സ്റ്റാച്യു ഒക്കെ ഉണ്ട്. അങ്ങനെ അതാണ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാനുള്ളത്. പിന്നെ വരുമ്പം ഇത് ബാൽക്കണിയാണ്. പിന്നെ ഇത് വന്നിട്ട് ബാത്റൂമിൻ്റെ ഡോറാണ്. പിന്നെ ഇവിടെയും നമുക്കൊരു വിൻഡോ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒരു കേർട്ടൺ, ഈ സെയിം കേർട്ടൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെയർ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ റൂമത്തെ ചെയറാണ്. ഞാൻ എടുത്തതല്ല, പഴയ ഇവിടെ റൂമിലുണ്ടായ കുട്ടിയെ ഇവിടെ കൊണ്ടുപോയി വെച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ല, അധികം വേറെ സ്ഥലമില്ല സാധനങ്ങളൊന്നും വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡ്രസ്സ് കാര്യങ്ങളും കവറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെയർ ഉള്ളത്. ഇനി കമ്മിങ് ടു ദ ഫേവററ്റ് പാർട്ട്, ഈ ഫ്ലാറ്റിലെ ഈ ബാൽക്കണി എൻ്റെ ഫേവററ്റാണ്. നല്ല സമാധാനവും നല്ല കാറ്റൊക്കെയാണ്. ഇവിടെ വന്ന് നിൽക്കാൻ നല്ല സുഖമാണ്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഒന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അയൽ കെട്ടണ്ട, കാരണം തുണി ചിക്കിടാൻ അയൽ കെട്ടി കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിലെ മറ്റേ ബാൽക്കണി പോലെ തന്നെ ആവുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇത് വാങ്ങിയിട്ട് അതിലായിരുന്നു ഡ്രസ്സ് ഉണക്കാൻ ഇടാറ്. പക്ഷെ അതിൽ ഉണങ്ങാൻ ഭയങ്കര ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ മീഷോന്ന് ഈ ബ്ലൂ ഈ അയൽ വാങ്ങിയത്. ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഊരി എടുക്കാനൊക്കെ പറ്റും, ഭയങ്കര ഈസിയാണ്. അപ്പം ഞാനിപ്പോൾ അയലാണ് ആറിടാറ്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ബാക്കി ഉണ്ടായിരുന്ന ഇല തൂക്കിയിട്ടതാണ്. ഈ ഇല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വെയിലടിച്ചിട്ട് അതിൻ്റെ കളർ കംപ്ലീറ്റ് പോയി. ഇങ്ങനെ ഉണ്ടായിരുന്ന ഇലയാട്ടോ ഈ പച്ച കളറിൽ. ഇപ്പോൾ അത് വെയിലടിച്ച് മഞ്ഞയായിപ്പോയി. പ്ലാസ്റ്റിക്കാണ്, എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ ഇത്. അപ്പം ഇതാണ് എൻ്റെ ഫേവററ്റ് പാർട്ട്, ഈ ഫ്ലാറ്റിലെ ബാൽക്കണിത്തെ വ്യൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ടെക്നോ പാർക്കിൻ്റെ phase 1 കാണാൻ പറ്റും.
നല്ല സൂം ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. മാക്സിമം എത്ര സൂം ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ. ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയാട്ടോ സ്കൈ ഒക്കെ കാണാൻ. ഇവിടെ ഇരുന്നിട്ട് നല്ല രസം. ഞാനിങ്ങനെ രാവിലെ എണീറ്റിട്ട് വരുമ്പോൾ ഫസ്റ്റ് ചെയ്യാറ് ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കും. പിന്നെ വൈകുന്നേരവും ഇങ്ങനെ അതേപോലെ പുറത്തിങ്ങനെ കുറേ സമയം നോക്കി നിൽക്കും. നല്ല രസമാണ്. ഇവിടെ ഞാൻ ചിലപ്പം ആ ബ്ലൂ ചെയറിട്ട് ഇരിക്കാറുണ്ട്, പക്ഷേ അത്ര ചെയറിട്ടിട്ട് ഇരിക്കുന്ന പരിപാടി വളരെ കുറവാണ് ചിലപ്പോഴൊക്കെ. പക്ഷേ മിക്കപ്പോഴും ഞാനിങ്ങനെ ഇവിടെ വന്ന് നിന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കും. നല്ല രസമാണ് ഇങ്ങനെ പുറത്തേക്ക് നോക്കി കാറ്റും കൊണ്ടിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങോട്ടേക്കൊന്നും വൈഫൈ കിട്ടില്ല, അതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വൈഫൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സോഫ നീക്കി വെച്ചത്. എന്നിട്ട് തന്നെ കിട്ടുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്കൊന്നും നെറ്റൊന്നും കിട്ടില്ല. അപ്പോൾ ഫോണ് ഇരുന്ന് നോക്കാനോ വർക്ക് ചെയ്യാനോ ഒന്നും ഞാൻ ഇങ്ങോട്ട് ബാൽക്കണിയിലേക്ക് വരാറില്ല. അപ്പം ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. പിന്നെ ഇവിടെ താഴത്ത് കണ്ടോ നിങ്ങൾ, ചെറിയൊരു തോട് പോലൊരു സംഭവമുണ്ട്, ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവം ഇങ്ങനെ പോകുന്നുണ്ട്, കനാൽ പോലെ. ഇത് കാണാൻ പറ്റുന്നില്ലേ വെള്ളത്തിൻ്റെ ഒഴുക്ക്. ഞാനില്ലേ ട്രിവാൻഡ്രത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പം ഒരു വീട് നോക്കുന്ന സമയത്ത് എൻ്റെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊരു റൂം വേണം. രണ്ടാമത്തെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ബാൽക്കണി വേണം. അപ്പം ഞാൻ ഈ റൂമിൻ്റെ പിക്ചർ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര സ്പേഷ്യസ് റൂം, നല്ല ലൈറ്റ്. അപ്പോൾ തന്നെ എനിക്ക് റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെയാണ് അറിയുന്നത് ബാൽക്കണി ഉണ്ടെന്ന്. അപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. ആക്ച്വലി ഞാൻ നേരിട്ട് വന്ന് കണ്ടിട്ട് പോലില്ല, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് കണ്ടിട്ടാണ് നമ്മൾ ഈ റൂം ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അവളും പറഞ്ഞു നല്ല റൂമാണെന്ന്. പക്ഷെ അവൾ വന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കുറച്ചൊരു പഴയ ഫ്ലാറ്റാണ് കേട്ടോ, ഇങ്ങനെ ചുമരൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഐ വാസ് ഓക്കെ വിത്ത് ഇറ്റ്. കാരണം ചുമര് പൊട്ടുന്ന അത്ര വലിയൊരു കാര്യമില്ലല്ലോ. ഈ ബെഡ്റൂമിൽ ആക്ച്വലി ചെറുതായിട്ട് ചുമര് പൊട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അവർ നന്നാക്കിയ സമയത്ത് പിന്നീട് അത് വടക്കായിട്ടില്ല. കാരണം ഈ റൂം നല്ല വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കും പിന്നെ ആ നനവ് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ബെഡ്റൂം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.